പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലേക്ക് വരികയാണ്. ഏറ്റവും പ്രധാനമായി ജിഡിയോൺസ് ചാരിയറ്റ്സ് ആ രഥങ്ങളും എടുത്തുകൊണ്ട് ഇസ്രയേല് ഗസയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മെയ് മാസം 4-ാം തീയതിയാണ് അങ്ങനെ ഒരു രൂപരേഖ ഉണ്ടാക്കുന്നത്. മെയ് മാസം 16-ാം തീയതി തുടങ്ങുന്ന ഓപ്പറേഷൻ ജിഡിയോൺസ് ചാരിയോട്സ് അത് ഏതാണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അതായത് ഇസ്രയേൽ സേന ഗസയിൽ നിന്ന് പിൻവാങ്ങുന്നു. വേണമെങ്കിൽ ഇസ്രയേൽ വിജയിച്ച് പിൻവാങ്ങുന്നു എന്ന് പറയേണ്ടവർക്ക് പറയാം, അതല്ലെങ്കിൽ ഇസ്രയേൽ പരാജയപ്പെട്ട് പിൻവാങ്ങുന്നു, ഒരിക്കൽ കൂടി ഇസ്രയേൽ തോൽക്കുന്നു എന്ന് പറയാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രയേൽ പരാജയപ്പെട്ട് പിന്മാറുന്നു എന്നാണ്. അങ്ങനെ ഈ ജിഡിയോൺസ് ചാരിയറ്റ്സുമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രയേലിന്റെ സേന ഗസയിൽ നിന്ന് പല ദിവസങ്ങളിലായി ഇങ്ങനെ പിന്മാറുന്നുണ്ടായിരുന്നു. അവരുടെ 98th ബറ്റാലിയൻ പ്രധാനപ്പെട്ട ബറ്റാലിയനാണ്. ആ ബറ്റാലിയൻ അടക്കം ഉള്ള ഈ പല സൈനിക വിഭാഗങ്ങളുടെ തന്നെ പല വിഭാഗങ്ങൾ ഇതിനകം ഗസയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം. ഗസ ഒരു വല്ലാത്ത മാനുഷിക അവസ്ഥയിലേക്ക് ഗസയിലെ മനുഷ്യരുടെ വിഷയം പോകുന്നതുമായി ബന്ധപ്പെട്ട് പല പാശ്ചാത്യ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ, കാനഡയും കൂടി ഇടപെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഈ പറയപ്പെടുന്ന മിഷനിൽ, അതായത് ഗസയിലേക്ക് ഇൻവേഷൻ നടത്തി അല്ലെങ്കിൽ അധിനിവേശം നടത്തി ഹമാസിന്റെ കേന്ദ്രങ്ങളെയൊക്കെ തകർത്ത് എറിയുക, ഹമാസിനെ കീഴ്പ്പെടുത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളായിരുന്നു. ഒരുപക്ഷെ ആ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാമെന്നും ഇസ്രയേൽ സ്വപ്നം കണ്ടിട്ടുണ്ടാകും. പക്ഷെ 2.5 മാസം കൃത്യമായും പിന്നിടുമ്പോൾ ഈ ജിഡിയോൺ എന്ന് പറയുന്ന ബിബ്ലിക്കൽ കഥാപാത്രമാണ്. ഈ ബിബ്ലിക്കൽ കഥാപാത്രത്തെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവര് രൂപപ്പെടുത്തിയ മിഷൻ അത് പരിപൂർണമായും പരാജയപ്പെട്ടവർ തിരിച്ചു പോകുന്നു എന്നാണ് പറയേണ്ടി വരുന്നത്. വെടിനിർത്തലും നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. പക്ഷേ അവർക്ക് അവിടെ നിലവിൽ തുടരാനുള്ള സാഹചര്യമല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓരോ ദിവസവും വലിയ തോതിലുള്ള ആൾനാശം, വലിയ തോതിലുള്ള പ്രതിസന്ധി, ഹമാസ് ഒരുക്കുന്ന മരണക്കെണികളിൽ ആ മരണവലയിൽ ഇങ്ങനെ വീണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ കഥയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി പങ്കുവെക്കേണ്ടി വരുന്ന വാർത്ത, ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങൾ ഇങ്ങനെ പിന്മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാകുമ്പോൾ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് ഇസ്രയേൽ സൈന്യത്തിൽ നിന്നുള്ള ആത്മഹത്യകളാണ്. സൈനിക സേവനം ചെയ്തിരുന്നവർ, പ്രത്യേകിച്ചും ഗസയിൽ സൈനിക സേവനം അനുഷ്ഠിച്ചിരുന്നവർ നടത്തുന്ന ആത്മഹത്യകളാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മണിക്കൂറിലും ഒരു ആത്മഹത്യ കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. ജൂലൈ മാസത്തിൽ മാത്രം അങ്ങനെ 7 ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഓരോ വർഷത്തെയും കണക്കെടുത്താൽ 2023 17 ആത്മഹത്യയായിരുന്നു ഇസ്രയേൽ സൈനികരുടെ ആത്മഹത്യകളെങ്കിൽ 2024 എത്തിയപ്പോൾ അത് 24ആയി. 2025 ഇപ്പൊ ഈ വർഷം ജനുവരി മുതൽ ജൂലൈ 31 വരെയുള്ള ഈ മാസങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് 17 സൈനികരാണ്. ഈ മാസം മാത്രം, ജൂലൈയിൽ മാത്രം 7 സൈനികർ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ മണിക്കൂറുകളിലും ഒരു സൈനികൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമുക്ക് മുൻപൊക്കെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഇസ്രയേൽ സൈന്യത്തിൽ വല്ലാത്ത തരത്തിലുള്ള മാനസിക പ്രശ്നം ഇസ്രയേൽ സൈന്യം അനുഭവിക്കുന്നുവെന്ന്. ഏറ്റവും ഒടുവിൽ ആത്മഹത്യ ചെയ്തയാൾ 300 ദിവസം ഗസയിൽ സേവനമനുഷ്ഠിച്ചയാളാണ്. അയാളാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്യുന്നത്. നല്ലൊരു വിഭാഗം ഇസ്രയേൽ സേനയെ സംബന്ധിച്ച് നല്ലൊരു വിഭാഗം പേരും വല്ലാത്ത മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഒരു മാനസിക ചികിത്സ തേടുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ, പഠന റിപ്പോർട്ടുകൾ തന്നെ നിരവധി പുറത്തുവിടുന്നുണ്ട്. അപ്പൊ ഹാരറ്റ്സ് പുറത്തുവിടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആണ് ഈ ഇസ്രയേൽ സൈന്യത്തിലെ ആത്മഹത്യ നിരക്കിനെ കുറിച്ചുള്ള ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ. ഹാരറ്റ്സ് പത്രമാണ്, ഇസ്രയേലി ദിനപത്രമായ ഹാരറ്റ്സ് ആണ് പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്, ഈ സൈനിക സേവനത്തിനായി ഹാജരാകാൻ പറഞ്ഞിട്ട് 4 സൈനികരെ വിളിച്ചു. അതിൽ 3 സൈനികർ ഹാജരായില്ല. 4 സൈനികരും ഹാജരായില്ല. അതിൽ 3 സൈനികരെ ഇസ്രയേൽ സേന അവരെ ജയിലിലാക്കി എന്നുള്ളതാണ്. അവരെ അറസ്റ്റ് ചെയ്ത്
അവരെ ജയിലിലടച്ചു എന്നുള്ള വാർത്തയാണ്. അവരെ 3 പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. 4-മത്തെ ആളിന് എതിരെ എന്ത് അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നതാണ്, ഈ ഇസ്രയേലിന്റെ തെരുവിൽ വലിയ പ്രക്ഷോഭമാണ്, ഞങ്ങളുടെ മക്കളെ കുരുതി കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഗസയിൽ യാതൊരു ആവശ്യവുമില്ലാത്ത യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ട് നെതന്യാഹു തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള യുദ്ധം തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം. അത് പലപ്പോഴും അത്തരം പ്രക്ഷോഭങ്ങൾ പരിധി വിടുന്നു. അത് ഇസ്രയേലിന്റെ തെരുവുകളെ, ഇസ്രയേലിന്റെ പകലുകളെയും രാത്രികളെയും വല്ലാതെ പ്രക്ഷുബ്ധമാക്കുന്ന നിലയിലുള്ള പ്രതിഷേധങ്ങൾക്കും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേൽ സാക്ഷിയായി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹം രോഷാകുലനാണെന്ന്. അദ്ദേഹം ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി രോഷാകുലനാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വൈറ്റ് ഹൌസിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അതായത് ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരേ ഒരാളാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് വേണ്ടി, പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയുമായി ബന്ധപ്പെട്ട് മാത്രം തുടരുന്ന യുദ്ധമാണ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപിന് നെതന്യാഹുവിനോട് ചില നീരസങ്ങൾ ഉണ്ട് എന്ന നിലയിലുള്ള വാർത്തകളും ചില അമേരിക്കൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ഇന്ന് ജൂലൈ 31, ഇന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ ചിലപ്പോൾ ഇന്നലെ എന്ന് പറയേണ്ടി വരും. ഇന്നലെ ജൂലൈ 31 സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി പറയേണ്ടി വരുന്നത് ഇസ്മയിൽ ഹനിയയുടെ രക്തസാക്ഷിത്വ ദിനമായി ഹമാസ് ആചരിക്കുന്ന, ഹമാസ് മാത്രമല്ല പലസ്തീൻ മൊത്തത്തിൽ ആചരിക്കുന്ന, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആചരിക്കുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 31 ഇറാനിലെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് സ്വന്തം വാസസ്ഥലം എന്ന് പറയുമ്പോൾ ടെഹ്റാൻ ഒരുക്കി കൊടുത്ത വാസസ്ഥലത്ത് വെച്ച്, സാധാരണഗതിയിൽ ഹനിയ എത്തിയാൽ താമസിക്കാറുള്ള ആ ഒരു താമസ സ്ഥലത്തേക്ക് ഗ്രനേഡ് ആക്രമണം നടത്തിയിട്ടാണ്, ഒരു വലിയ ഒരു രഹസ്യ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ചാരപ്പണി നടത്തിയിട്ടാണ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തുന്നത് കഴിഞ്ഞ ജൂലൈ 31 അപ്പോൾ ഹമാസ് ജൂലൈ 31 രക്തസാക്ഷിത്വ ദിനത്തിന്റെ വാർഷികാചരണവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ പറയുന്നു, സ്വാതന്ത്ര്യം പുലരുന്നിടത്തോളം കാലം അല്ലെങ്കിൽ അധിനിവേശം അവസാനിക്കുന്നിടത്തോളം കാലം ഹമാസ് തങ്ങളുടെ പോരാട്ടം തുടരുമെന്നാണ്. ഹനിയയുടെ വഴി ഏതാണോ ആ വഴി ഞങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ആ വഴിയിലൂടെ സഞ്ചരിക്കാനാണ്, ആ വഴിയിലൂടെ പോകാനാണ് തങ്ങൾക്ക് താല്പര്യം. രക്തസാക്ഷിത്വം വരിക്കാനാണെങ്കിൽ ഹമാസിന്റെ എല്ലാ പോരാളികളും രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറാണ് എന്ന് ഇന്ന് പുറത്തിറക്കിയ, അതായത് ജൂലൈ 31 പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഹമാസ് പറയുന്നു, ഒരു തരത്തിലും ഏതെങ്കിലും ശക്തികൾക്ക് മുൻപില്ല, അധിനിവേശ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങില്ല. പലസ്തീൻ, സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്ര രക്തസാക്ഷിത്വങ്ങൾ വേണ്ടി വന്നാലും തങ്ങൾ ആ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് ഇസ്മയിൽ ഹനിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഹമാസ് പറയുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഗസയുടെ വടക്ക് ബെയ്ത്ത് ഹാനൂൻ, ബെയ്ത്ത് ലാഹിയ മുതൽ ഗസയുടെ തെക്ക് ഖാൻ യൂണിസിന്റെയും അതുപോലെ റഫയുടെയും അതിർത്തികൾ വരെ ഞങ്ങളുടെ സായുധ പോരാളികൾ നിരന്തരമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. അതുപോലെ ഈ ജിഡിയോൺ വാഗണുകളെ ഞങ്ങൾ തുരത്തി ഓടിച്ചു എന്ന് അവർ പറയുന്നു. ഈ ദാവീദിന്റെ കല്ലുകൾ ഒക്കെ പരാമർശിച്ചുകൊണ്ടാണ്, ദാവീദിന്റെ കല്ലുകൾ നമുക്കറിയില്ല, ഡേവിഡ് ഗോലിയാത്തിനെ വീഴ്ത്തിയ ഡേവിഡിന്റെ കഥയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ്, അതുപോലെയാണ് ഹമാസ് എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇവിടെയൊക്കെ വലിയ തരത്തിലുള്ള തിരിച്ചടി ഇസ്രായേൽ സേനയ്ക്ക് നൽകാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ജൂലൈ 31 ഭാഗമായിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫായിരുന്നു, അതുപോലെ പലസ്തീന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇസ്മയിൽ ഹനിയുടെ രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ പ്രസ്താവന അങ്ങനെ വരുന്നു. അതേസമയം ഹമാസിന്റെ സൈബർ യൂണിറ്റ് ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട ഈ സൈനികർക്ക് ഭക്ഷണവും അതുപോലെ ലോജിസ്റ്റിക്കൽ സഹായങ്ങളും ഒക്കെ നൽകുന്ന ഒരു സംവിധാനത്തിന്, അങ്ങനെ ഒരു കമ്പനിയുടെ അവരുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു, അതിലെ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത. ഇനിയും അത്തരത്തിലുള്ള നടപടികൾ തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും. അത്തരം കമ്പനികൾക്കെല്ലാം ഹമാസ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഫ്രാൻസിനും ബ്രിട്ടനും പിന്നാലെ ജർമ്മനിയും പലസ്തീനെ അംഗീകരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. പലസ്തീൻ രാജ്യത്തെ തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ജർമ്മനി ഔദ്യോഗികമായി പറയുന്നു. ജർമ്മൻ വിദേശകാര്യമന്ത്രി ജൊഹാൻ വെയ്റ്റ്ഫുൾ 2 ദിവസ സന്ദർശനത്തിനായി ഗസയിലേക്ക് വരുന്നുണ്ട്, പലസ്തീനിലേക്ക് വരുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഇസ്രയേൽ നെതന്യാഹുവിനെ ഒക്കെ സന്ദർശിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടും അതുപോലെ അവരുടെ ചാൻസലർ, ജർമ്മൻ ചാൻസലറും ഞങ്ങൾ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ നിന്ന് പറയേണ്ടി വരുന്ന വാർത്തകൾ. ഗസയിലേക്ക് വരുമ്പോൾ ഗസയിൽ ഭക്ഷണം കാത്തുനിന്ന 71 പേരടക്കം 93 പേർ കഴിഞ്ഞ മണിക്കൂറുകളിലും അല്ലെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടു, ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആന്റണി ആഗ്വിലർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കരാറുകാരൻ, 25 വർഷം അമേരിക്കൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ആഗ്വിലർ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ വളരെ പ്രധാനമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കഥ 5 വയസ്സുള്ള ആമിറിന്റെ കഥയാണ്. ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി 12 കിലോമീറ്റർ ദൂരം കാൽനടയായി സഞ്ചരിച്ചു വന്ന ആമിർ, അവസാനം ആമിറിന് ഈ GHF-ൽ നിന്ന്, ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ, അവർ ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് ഈ ഇസ്രായേൽ സൈന്യത്തോട് ആമിർ എന്ന 5 വയസ്സു മാത്രം പ്രായമുള്ള കുഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇസ്രായേൽ സേന 5 വയസ്സുകാരനെ വെടിവെച്ചു കൊല്ലുന്നു എന്നുള്ള കഥയാണ് ആന്റണി ആഗ്വിലർ പറയുന്ന കഥകളിൽ ഒന്ന്. അത്തരത്തിൽ എത്രയോ ക്രൂരകൃത്യങ്ങളെ കുറിച്ച് ആന്റണി ആഗ്വിലർ എന്ന ആ GHF-ന്റെ കരാറുകാരൻ ഇത്തരത്തിലുള്ള എത്രയോ കഥകൾ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട ആ കഥ, ആമിറിന്റെ കഥ, ഇന്ന് മാധ്യമങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ 5 വയസ്സുള്ള ആമിറിന്റെ കഥ പോലെ വല്ലാത്ത ദയനീയമായ കഥകളാണ് ആന്റണി ആഗ്വിലറിന് പറയാനുള്ളത്, ഈ ഇത്തരത്തിലുള്ള പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾക്കൊക്കെ പറയാനുള്ളത്. അതൊക്കെ പറയുമ്പോഴും ഈ 2.5 മാസത്തെ ജിഡിയോൺ ചാരിയറ്റ്സിന്റെ ഓപ്പറേഷനിൽ ഇസ്രായേൽ ജയിച്ചോ എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജയിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഇസ്രായേൽ വീണ്ടും തോൽക്കുന്ന യുദ്ധം, ഇസ്രായേൽ ഒരിക്കൽ കൂടി അവരുടെ തോൽവി സമ്മതിച്ചുകൊണ്ട് ഗസയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറയേണ്ടി വരുന്ന മണിക്കൂറുകൾ, പറയേണ്ടി വരുന്ന ദിവസം. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചർച്ചകൾ വിറ്റ്കോഫ് നടത്തുന്നു, ട്രംപ് നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹമാസ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമ്പൂർണ്ണ വെടിനിർത്തലല്ലാതെ ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു കോംപ്രമൈസിലേക്ക് പോകാൻ തയ്യാറല്ല എന്ന് പറയുന്ന ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ്. കൂടുതൽ രാജ്യങ്ങൾ പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അതേസമയം ഗസയിൽ അവിടുത്തെ മാനുഷിക സാഹചര്യം, മനുഷ്യർ ജീവിക്കുന്ന സാഹചര്യം അല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് അവിടുത്തെ മനുഷ്യർ. അതേസമയം ഇസ്രായേലിന്റെ വിവിധ സൈനിക യൂണിറ്റുകൾ പിന്മാറുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും, ഇസ്രായേൽ സൈന്യത്തെ പിടികൂടിയിരിക്കുന്ന ഈ സൂയിസൈഡ് ടെൻഡൻസിയുമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്.